എല്ലാവർക്കും ശിങ്കന്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് കണ്ട ഇതേ രീതിയിൽ ഇങ്ങനെ ചെറുതായി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരും. അങ്ങനെ ഇതേപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് ചൂടായതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മാറി നിന്നിട്ട് വേണം കേട്ടോ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതേ ഒരു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഇതേ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് 3 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പും 2 കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം അതേ ജാറിൽ തന്നെ നമുക്കിത് ഈ ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 12-15 ചോള ചക്കയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് നല്ല ഫൈനായിട്ട് ഇതേ രൂപത്തിലൊന്ന് അരച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ ചക്കയും അതുപോലെ തന്നെ 3 ടീസ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചക്ക വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ചക്ക കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ വേവിച്ചെടുത്തിട്ടില്ല. പക്ഷെ നമ്മളിത് വേവിച്ചെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പകുതി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒന്ന് അതിൽ കിടന്നിട്ടൊന്ന് അതൊന്ന് വെന്ത് വരും. അങ്ങനെ അത് ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ലൈനി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അതിൻ്റെ കട്ടകളൊക്കെ അതിൽ ഉടഞ്ഞ് അത് നന്നായിട്ട് ഈ പഞ്ചസാര ലൈനായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ചൂടാറിയതിന് ശേഷം ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറും വെച്ചിട്ട് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് അടിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ ഈ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതിനെ വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള ആ പഞ്ചസാരയുടെയും ചക്കയുടെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ ഈ അരിച്ചു വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ അതിൻ്റെ മിക്സ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും അധികം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. മാത്രമല്ല വളരെ സ്ലോവിലി ഇതേ രീതിയിൽ വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇത് അല്ലാതെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ കേക്ക് കുക്കറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതേപോലത്തെ ഒരു റിങ് വെക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ വിസിലിൻ്റെ ഭാഗം അതുപോലെ തന്നെ വാഷർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം.
അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് പ്രീ ഹീറ്റ് ആയി വരട്ടെ. അപ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് കേക്ക് ട്രേയിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടല്ലാതെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ പ്രീ ഹീറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരു 40 to 50 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെന്തോ നോക്കാനായിട്ട് ഒരു കത്തി ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയേ നല്ല രീതിയിൽ തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ട്രേന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കണ്ട, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷനാണ്, മാത്രമല്ല ചക്കയൊക്കെ നല്ലോണം പഴുത്ത് വരണ ഒരു ടൈമും കൂടി ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു നേരത്ത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടേത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.